നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ 2 റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചല്ലോ. ഇപ്പോൾ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? 2 റൗണ്ടിലായിട്ട് ടീമുകളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു, ഏതാണ്ട് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിൽ 48 ടീമുകളില്ല, 43 ടീമുകളേ ഉള്ളൂ. ഓൾറെഡി കുറച്ച് ടീമുകൾ പുറത്തായി എന്ന് ഉറപ്പിച്ചല്ലോ. ഹെയ്റ്റി, തുർക്കിയെ, ടുണീഷ്യ, ജോർദാൻ, ഈ ടീമുകളൊക്കെ പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം 7 ടീമുകൾ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കി കഴിഞ്ഞു. മെക്സിക്കോ, USA, ജർമ്മനി, അർജൻറ്റീന, ഫ്രാൻസ്, നോർവേ, കൊളംബിയ, ഇങ്ങനെയുള്ള ടീമുകൾ. അപ്പോൾ അതിൽ 4 പോയിൻ്റുള്ള ഒരുപാട് ടീമുകളുണ്ട്. ആ ടീമുകൾ എന്ന് പറഞ്ഞാൽ 10-14 ടീമുകളുണ്ട്. അവരൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ഏതാണ്ട് ഒരു കാലെടുത്ത് വെച്ച് നിൽപ്പാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നത് ഇന്ന് മുതൽ ആരംഭിക്കുന്ന 3-ാം റൗണ്ടിലാണ് തീരുമാനമാവുക. നിലവിൽ ബാക്കി 5 ടീമുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 43 ടീമുകളുടെ ഒരു പവർ റാങ്കിങ്, കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഏതായാലും 43-ാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ടീം, അതായത് ഇനിയിപ്പോൾ വലിയൊരു സാധ്യത നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ഒരു ടീമാണ്. അത് മറ്റാരുമല്ല, ഇറാഖാണ്. ഇറാഖിനി മുന്നോട്ട് പോകും, കിരീടത്തിലേക്ക് പോകുന്നതും ആരും കരുതുന്നുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇനിയുള്ള ടീമുകളിൽ ഇറാഖാണ്. ഉസ്ബെക്കിസ്ഥാനാണ് 42-ാം സ്ഥാനത്ത്. ഇന്നലെ പോർച്ചുഗലിനോട് ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിൽ അവർ വീണുപോയി. ഇനിയിപ്പോൾ സാധ്യത അവസാനിച്ച അവസ്ഥയിൽ 42-ാമത് അവർ വരുമ്പോൾ ഖത്തറാണ് 41-ാം സ്ഥാനത്ത്. സ്ലൈറ്റ് ഹോപ്പൊക്കെ ഇനിയും വെക്കാമെന്നല്ലാതെ അവർക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമ്മളാരും കരുതുന്നില്ല. 41-ാം സ്ഥാനത്ത് ഖത്തർ വരുമ്പോൾ 40-ാം സ്ഥാനത്താണ് കൊറസാവോ വളരെ മികച്ച രൂപത്തിലൊരു പോരാട്ടമൊക്കെ നടത്തിയിട്ട് പോയിൻ്റൊക്കെ ഏൺ ചെയ്യുന്നത്, അതായത് വേൾഡ് കപ്പിനെത്തിയ കുഞ്ഞൻ രാജ്യം ഒരു പോയിൻ്റൊക്കെ ഏൺ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ സാധ്യതകൾ അവർക്ക് നമുക്ക് കാണാനില്ല. അവർ ഓൾറെഡി അവരുടെ വേൾഡ് കപ്പ് മിഷൻ അച്ചീവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. 40-ാമതാണ് അവരെങ്കിൽ. 39-ാമതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇപ്പം ഒരു പോയിൻ്റേ ഉള്ളൂ. മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ട് നിൽക്കുന്ന ഘട്ടമാണ്. സോ അവർ 39-ാമത് വരുമ്പോൾ 38-ാമത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷകൾ ആരും അങ്ങനെയൊന്നും കൊടുക്കാത്തൊരു ടീമാണ് ന്യൂസിലാൻഡ്. മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്തായാലും കുറവുമാണ്. 37-ാം സ്ഥാനത്ത് സൗദി അറേബ്യ. മികച്ച രൂപത്തിലുള്ള ലീഗൊക്കെ ഉണ്ട്, ഇത്തവണ അവർ മികവ് കാണിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പലരും വന്നെങ്കിലും അവർ സ്പെയിനോട് തകർന്നടിഞ്ഞതോടുകൂടി അവരുടെ സാധ്യതകളേറെ മങ്ങിപ്പോയി. എന്നാലും 37-ാമത് സൗദി അറേബ്യ, 36-ാമത് ഇക്വഡോർ. വലിയ പ്രതീക്ഷയോടുകൂടി വേൾഡ് കപ്പിനെത്തിയിട്ട് ഇതുവരെ ഒട്ടും അവരുടെ ആ ഒരു പേരിനൊത്ത അല്ലെങ്കിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ പറ്റാതെ പോയ ടീമാണ് ഇക്വഡോർ. ഇനിയിപ്പോൾ ജർമ്മനിക്കെതിരെ അവരെന്ത് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക്. 36-ാം സ്ഥാനത്താണ് ഏതായാലും ഇപ്പോൾ ഇക്വഡോർ ഉള്ളത്. ഒരു വലിയ ഡ്രോപ്പാണ് അവരുടെ പ്രതീക്ഷകൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. സോ ഇക്വഡോർ 36-ാം സ്ഥാനത്ത്. 35-ാം സ്ഥാനത്ത് ഉറുഗ്വായെ സംബന്ധിച്ചിടത്തോളവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബിഎൽസിയുടെ ടീമിന് വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയതിൻ്റെ ഒരു നിരാശ ഏതായാലും എല്ലാവർക്കും ഉണ്ട്. സോ 35-ാമത് ഉറുഗ്വായ് വരുമ്പോൾ 34-ാമത് ചെക്കിയയുടെ കാര്യവും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. വലിയ പ്രതീക്ഷകളാരും ചെക്കിയക്കും കൊടുക്കുന്നില്ല. 33-ാമത് കേപ്പ് വെർദെ. നമ്മൾ അത്ഭുതപ്പെടുത്തി ചിരി വരുന്ന അതാണ്. അവരെ എല്ലാവരും എഴുതി തള്ളിയിടത്തു നിന്നാണ് അവർ ഈ ഒരു പ്രകടനം നടത്തിയിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു ടീമെന്ന് പറയാം. കളിച്ച 2 കളികൾ 2ഉം സമനില. അത് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. സ്പെയിനെതിരെയും ഉറുഗ്വായ്ക്കെതിരെയൊക്കെ സമനില പിടിക്കുക എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോളിലെ വമ്പന്മാർക്കെതിരെ ഒരു സമനില പിടിച്ചിട്ടുണ്ട്. അതിൽ 33-ാമത് കേപ്പ് വെർദെ കിരീടത്തിലേക്ക് പോകുന്നത് എന്തായാലും ആരും കരുതുന്നില്ലല്ലോ. അടുത്തത് DR കോങ്കോയുടെ കാര്യത്തിൽ നമുക്കറിയാം, അവർ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചു. കൊളംബിയയോട് തോറ്റിട്ടുണ്ട്. എന്നാൽ പോലും ഇനിയും ചെറിയ ചില സാധ്യതകൾ മുന്നോട്ട് പോകാനൊക്കെ പലരും കാണുന്നു. അതിനപ്പുറത്തേക്ക് കിരീട സാധ്യത ഒന്നും എന്തായാലും ആരും വെക്കാത്ത ടീമാണല്ലോ. സോ 32-ാമത് DR കോങ്കോ വരുമ്പോൾ 31-ാമത് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന എന്ന് പറയുമ്പോൾ ഇറ്റലിയെ വേൾഡ് കപ്പിലേക്ക് എത്താതെ തടഞ്ഞ ടീമാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് വേൾഡ് കപ്പിൽ വന്നിട്ട് അങ്ങനെയുള്ളൊരു പ്രകടനം അവർ നടത്തുന്നില്ല. 2 കളിയിൽ നിന്ന് 1 പോയിൻ്റായിട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. 30-ാം സ്ഥാനത്ത് സെനഗൽ ശരിക്കും നിരാശപ്പെടുത്തി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനിയും 3-ാം സ്ഥാനക്കാരൊക്കെ ആയിട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കാമെന്നല്ലാതെ സാദിയോ മാനയും ഇസ്മായിലെ സാറും ഖാലിദു കൂലിബലിയും ഒക്കെ അടങ്ങുന്ന ടീം ഒട്ടും ആരാധകർക്ക് സന്തോഷം പകരുന്ന പ്രകടനമല്ല നടത്തിയിട്ടുള്ളത്. ഇറാനാണ് 29-ാം സ്ഥാനത്ത്. ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിഗ്രേഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. പക്ഷേ 2 സമനിലകൾ അവർ പിടിച്ചിട്ടുണ്ട്. ഇറാനും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നു ആരും കരുതുന്നില്ല. 28-ാമതാണ് സ്കോട്ട്ലൻഡ് ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ 1 കളി അവർ വിജയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ ബ്രസീലിനെതിരെ കളിക്കുന്നു. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ?
ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി. 28ാമത് സ്കോട്ട്ലൻഡ് വരുമ്പോൾ 27ാം സ്ഥാനത്താണ് സ്വീഡൻ വരുന്നത്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളവും ആദ്യ കളിയിൽ ഗംഭീര വിജയം, രണ്ടാമത്തെ കളിയിൽ തകർന്നടിഞ്ഞു. സോ 27ാം സ്ഥാനത്ത് സ്വീഡൻ. സൂപ്പർ താരങ്ങളുണ്ട്. വിക്ടർ ഗ്യോക്കറസിനെ പോലെ, അലക്സാണ്ടർ ഐസക്കിനെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. ഓസ്ട്രേലിയ 26ാം സ്ഥാനത്ത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ദൂരം, കിരീടമൊന്നും ആരും കാണുന്നില്ലല്ലോ അവർക്ക്. 26ാം സ്ഥാനത്ത്. 25ാം സ്ഥാനത്താണ് പരാഗ്വേ. പരാഗ്വയുടെ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു പ്രകടനം ലാറ്റിൻ അമേരിക്കൻ ടീമിൽ നിന്ന് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രൂപ്പ് ഡിയിൽ അവർ ഒരു വിജയം നേടിയിട്ട് 3 പോയിൻറ്റോടെ നിൽക്കുകയാണ്. മുന്നോട്ട് ഒരു പക്ഷേ കടന്നേക്കാം, പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു പോക്കൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവില്ല. 25ാമത് പരാഗ്വേ വരുമ്പോൾ 24ാമതാണ് സൗത്ത് കൊറിയ ഉള്ളത്. സൗത്ത് കൊറിയ ഏഷ്യൻ ടീമായിട്ടുള്ള സൗത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കളി ജയിച്ചു, ഒരു കളി തോറ്റു എന്നുള്ളതാണ്. അവർ മുന്നോട്ട് കയറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരുപാട് ദൂരമൊന്നും പോകാനുള്ള സാധ്യതയില്ല. 23ാം സ്ഥാനത്ത് ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്ന പോലെ വലിയ പ്രതീക്ഷ ഇത്തവണയും ആരാധകർ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനൊത്ത ഒരു പ്രകടനം അവരിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. 23ാമത്. 22ാമതാണ് അൾജീരിയ. അർജൻറ്റീനയോട് തോറ്റ അൾജീരിയ അതിനടുത്ത കളിയിൽ വിജയിച്ചു എന്നുള്ളതാണ്. സോ 2 കളി 3 പോയിൻ്റായിട്ട് നിൽക്കുന്നു. പക്ഷേ അത് ജോർദനെതിരെയായിരുന്നു. ഒരുപാട് ദൂരമൊന്നും അവരും മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. 21ാമതാണ് ഘാന വരുന്നത്. ഘാന ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കി. ശരിക്കും പറഞ്ഞാൽ അത് ഇംഗ്ലണ്ടിന് അവർ ഷോക്ക് കൊടുത്തിട്ടുണ്ട്. 4 പോയിൻ്റ് ഉണ്ട്. 2 കളി 4 പോയിൻ്റ് ഉണ്ട്. മുന്നോട്ട് അവർ കയറുമെന്ന് തന്നെ കരുതാം. ക്രൊയേഷ്യക്കെതിരെയുള്ള അടുത്ത കളിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിവേ ഘാനയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കിരീടത്തിലേക്കുള്ള പോക്ക് എന്നൊന്നും ആരും സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അടുത്ത ടീം 20ാം സ്ഥാനത്ത് ഓസ്ട്രിയ അർജൻറ്റീനയ്ക്കെതിരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്താൻ ശ്രമിച്ചു, പോരാടിയിട്ടുണ്ട്. പക്ഷേ മെസ്സിയുടെ മാജിക്കിന് മുന്നിൽ അത് നടന്നില്ല. അവർ തോറ്റു എന്ന് മാത്രം. ഏതായാലും ഓസ്ട്രിയക്ക് മുന്നോട്ട് കയറാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഒരുപാട് ദൂരം പോയില്ല. 20ാം സ്ഥാനത്ത് ഓസ്ട്രിയ. 19ാം സ്ഥാനത്താണ് ക്രൊയേഷ്യ. ലൂക്ക മോഡ്രിച്ചിൻ്റെ ടീം. തീർച്ചയായിട്ടും ആരാധകർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു താരം. അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ്. മുന്നോട്ട് പോക്ക് ആരാധകർ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനൽ കളിച്ചതാണ്. അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിൽ അവർ ഫൈനൽ കളിച്ചതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കിരീട സാധ്യത ഇത്തവണയും അധികം പേരൊന്നും കാണുന്നില്ല. 19ാം സ്ഥാനത്താണ് അവർക്ക് ഒരു പവർ റാങ്കിങ് കൊടുക്കാൻ പറ്റും. ഈജിപ്ത്. അവരുടെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യ വിജയം നേടി നിൽക്കുകയാണ് അവർ. ഗ്രൂപ്പ് ജിയിൽ അവർ 1ാം സ്ഥാനത്തുമാണ്. ഏതായാലും അടുത്ത റൗണ്ടുകളിലേക്ക് അവർ കടക്കും, പക്ഷേ ഒരുപാട് ദൂരം പോവില്ല എന്ന് തന്നെ കരുതാം. 18ാമത് അവർ വരുമ്പോൾ 17ാമത് കാനഡ. ആദ്യമായിട്ടുള്ള കാനഡ തീർച്ചയായിട്ടും ആദ്യ കളി രണ്ടാമത്തെ കളിയൊക്കെ നോക്കുമ്പോൾ 2 കളി 4 പോയിൻ്റ്. അവർക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് അല്ല. 16ാമത് ഐവറി കോസ്റ്റ് ജർമ്മനിക്കെതിരെയും നല്ല പോരാട്ടം നടത്തി. ഇക്കഡോറിനെ അവർ തോൽപ്പിച്ചു. ആഫ്രിക്കൻ വമ്പന്മാർ മുന്നോട്ട് പോയേക്കും, പക്ഷേ കിരീട സാധ്യതയില്ല. 16ാമത് ഐവറി കോസ്റ്റ്. 15ാമത് സ്വിറ്റ്സർലൻഡ് എല്ലാ വേൾഡ് കപ്പുകളിലും അവരുടെ മികവ് കാണിക്കാൻ വേണ്ടി എത്താറുള്ള ടീമുകളിലൊന്നാണ്. ഗ്രൂപ്പ് ബിയിൽ 2 കളി 4 പോയിൻ്റോടെ അവർ നിൽക്കുകയാണ്. മുന്നോട്ടുള്ള പോക്കിൽ അവരുണ്ടാകും, പക്ഷേ ഒരുപാട് ദൂരമൊന്നും പോകാനുള്ള സാധ്യതയില്ല. 14ാം സ്ഥാനത്ത് കൊളംബിയ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മികച്ച പ്രകടനം നടത്തി. ഓൾറെഡി മുന്നേറി കഴിഞ്ഞിട്ടുള്ളൊരു ടീമാണ്. കളിച്ച് 2 കളിയും ജയിച്ചിട്ടുണ്ട്. പോർച്ചുഗലിനെതിരെ എന്ത് പെർഫോമൻസ് നടത്തും എന്നുള്ളതായിരിക്കും ഗ്രൂപ്പിലെ അവരുടെ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുക. ഏതായാലും മികച്ച താരങ്ങൾ അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. 14ാമത് കൊളംബിയ. 13ാമത് മെക്സിക്കോ. ആദ്യമായിട്ടുള്ള മെക്സിക്കോ അവരുടെ ആരാധകർ ആഗ്രഹിച്ച പോലെ ഒരു സ്റ്റാർട്ട് നേടിയിട്ട് 2 കളി 2 വിജയം 6 പോയിൻ്റ് റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ പ്രീ ക്വാർട്ടറോ ഒക്കെ എത്തിയേക്കാം. അതിനപ്പുറത്തേക്കുള്ളൊരു പോക്ക് സാധ്യത വളരെ കുറവാണ്. 12ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആതിഥേയ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കളിച്ച 2 കളിയും അവർ ഗംഭീരമായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട്. മുന്നോട്ട് അവർ പോകും, പക്ഷേ ഒരു ക്വാർട്ടർ ഫൈനൽ അപ്പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ്. 11ാമത് ജപ്പാൻ. ഏഷ്യൻ ടീമുകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ടീം ജപ്പാൻ തന്നെയാണ്. ജപ്പാൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്വാർട്ടർ ഫൈനൽ വരെയുള്ള പ്രകടനമൊക്കെ പലരും ഇപ്പോഴേ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ജപ്പാനാണ് 11ാമത്. 10ാമത് നെതർലൻഡ്സ്. ഓറഞ്ച് വസന്തം ഇത്തവണയെങ്കിലും പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി ആരാധകരുണ്ട്. 2 കളി 4 പോയിൻ്റ്. രണ്ടാമത്തെ കളിയൊക്കെ അവർ വളരെ ഗംഭീരമായിട്ട് കളിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവുമുള്ളത്. ഏതായാലും ജപ്പാനെ എതിരെ അവർ സമനില, സ്വീഡനെതിരെ ഗംഭീര വിജയം. ഇതെല്ലാം നോക്കുമ്പോൾ നെതർലൻഡ്സിന് മുന്നേറാനുള്ള നല്ല സാധ്യതയുണ്ട്. ഏതായാലും 10ാമത് അവർ വരുമ്പോൾ
9ാമത് നോർവേ. ഏർലിംഗ് ഹാലൻഡിൻ്റെ കരുത്തിൽ വന്ന ടീം ഇപ്പോൾ മികച്ച പ്രകടനം നടത്തി ഓൾറെഡി അടുത്ത റൗണ്ട് ഉറപ്പാക്കിയൊക്കെ നിൽക്കുകയാണ്. വീണ്ടും അവർ മുന്നേറിയേക്കാം, കിരീടത്തിലേക്ക് എത്തുമെന്ന് കരുതുന്നില്ല. 8ാമത് മൊറോക്കോ. ബ്രസീലിനെ വരച്ച വരയിൽ നിർത്തിയ ടീമാണ്. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ ഒരു ഗംഭീര വിജയം നേടിയിട്ടില്ല. ഇന്നിപ്പോൾ എയ്റ്റിക്കെതിരെ ഒരു പക്ഷേ ഗോൾ വർഷം നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിലെത്തിയ ടീമാണ്. ഇത്തവണ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ഗ്രൂപ്പിൽ പലരും അവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. 7ാമത് ബ്രസീൽ. ആദ്യ കളി സമനിലയായതിനു ശേഷം 2ാമത്തെ കളിയിൽ ഹെയ്ത്തിക്കെതിരെ മോശമല്ലാത്തുള്ളൊരു പെർഫോമൻസ് അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ടീം പൂർണ്ണ കരുത്തിലേക്ക് എത്തിയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. എന്നാലും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ഗ്രൂപ്പിൽ എപ്പോഴും ബ്രസീൽ ഉണ്ടാവാറുണ്ട്. 7ാം സ്ഥാനത്താണ് ബ്രസീൽ. അതേസമയം 6ാം സ്ഥാനത്ത് ഇപ്പോൾ പോർച്ചുഗലാണ്. പോർച്ചുഗൽ ആദ്യ കളി സമനിലയായി, അതൊരു അപ്രതീക്ഷിത തിരിച്ചടിയാണ്. പക്ഷേ ഉസ്ബെക്കിനെതിരെ നല്ല രൂപത്തിൽ അവർ കളിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പ്രകടനം അവർ നടത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോളുകൾ കണ്ടതിൻ്റെ ആവേശത്തിലൊക്കെയാണ്. കൊളംബിയക്കെതിരെ അടുത്ത കളി ശരിക്കും അവർക്കൊരു ടെസ്റ്റായിരിക്കും. ഏതായാലും വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയിൽ 6ാം സ്ഥാനത്ത് പോർച്ചുഗൽ വരുമ്പോൾ 5ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്. ഘാന അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇംഗ്ലണ്ട് മികച്ച ടീമാണ്, കാര്യത്തിൽ തർക്കമേ വേണ്ട. ഏതായാലും ഇംഗ്ലണ്ടിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നു 5ാം സ്ഥാനത്ത്. 4ാമത് ജർമ്മനി. ജർമ്മനി കുതിച്ചുയർന്നിട്ടുണ്ട്. യുണ്ടാവിൻ്റെ ഒരു മികവാണ് 2ാം കളി അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ കരുതും. മുന്നോട്ട് പോകും, അക്കാര്യം ഉറപ്പാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് അവർ സെമിഫൈനലും ഫൈനലും ഒക്കെ എത്തിയാൽ പോലും അത്ഭുതമില്ല എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും 4ാമതാണ് ജർമ്മനി വരുന്നതെങ്കിൽ 3ാമതാണ് സ്പെയിന്. ആദ്യ കളിയിൽ കേപ്പർദി ഒരു ഷോക്ക് കൊടുത്തു. പക്ഷേ 2ാം കളിയിൽ അതിനുള്ള പരിഹാരം ലാമിൻ യമാലും കൂട്ടരും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് തന്നെ അവരെ എല്ലാവരും കാണുന്നു. 3ാമതാണ് അവരെങ്കിൽ 2ാമതാണ് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്, മികച്ച പ്രകടനം 2 കളിയിലും നടത്തിയ ഫ്രാൻസ്, മുന്നോട്ടുള്ള പോക്ക് ഉറപ്പാക്കിയ ഫ്രാൻസ് ഇത്തവണയും അവർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2018 ചാമ്പ്യന്മാർ, 2022 റണ്ണേഴ്സ് അപ്പ്, 2026 അതുപോലൊരു നേട്ടത്തിലേക്ക് എത്തുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സൂപ്പർ ഡ്യൂപ്പർ ടീം അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. 1ാം സ്ഥാനത്ത് അർജൻറ്റീന. അർജൻറ്റീന എങ്ങനെ 1ാമത്? ഒറ്റ സംശയവുമില്ലാതെ ലിയോ മെസ്സിയുടെ സാന്നിധ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രകടനം. അർജൻറ്റീന നേടിയ 5 ഗോളുകളും നേടിയത് മെസ്സിയാണ്. മെസ്സിക്കരത്തിൽ അർജൻറ്റീന കുതിക്കുകയാണ്. കിരീട സാധ്യതയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് അർജൻറ്റീന. എത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും വേഗത്തിൽ ആദ്യത്തെ 5 സ്ഥാനക്കാരെ ഒന്നുകൂടി പറയാം. പവർ റാങ്കിൽ 1 അർജൻറ്റീന, 2ാമത് ഫ്രാൻസ്, 3ാമത് സ്പെയിന്, 4ാമത് ജർമ്മനി, 5ാമത് ഇംഗ്ലണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.